ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദീപാസ് കിച്ചൺ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിരിക്കുകയാണേ. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയാണേ. എന്താണെന്ന് പറയട്ടെ, ക്യാരറ്റ് ഹൽവ. അപ്പം നമുക്കതെങ്ങനെ തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കിയാലോ. അതിനായി ഞാനിവിടെ കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ട് വരാം. ക്യാരറ്റ് എല്ലാം ഇതേപോലെ ഒന്ന് പീൽ ചെയ്തെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം. ക്യാരറ്റ് എല്ലാം ചോപ്പ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ 2 ബൗള് ക്യാരറ്റാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. ഒരു കടായി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിപ്പം നന്നായി ചൂടായി കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ച് കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് ഫ്രൈ ചെയ്ത് കിട്ടണം. കാഷ്യൂ എല്ലാം ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരിയെടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഗ്രേപ്സ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നല്ലതുപോലെ ഫ്രൈ ആയി കിട്ടണേ. ഗ്രേപ്സ് എല്ലാം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതോടെ ഒന്ന് കോരി മാറ്റാം. ക്യാരറ്റ് നമുക്ക് ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് എല്ലാം ഇതിൽ വെച്ചൊന്ന് വെന്ത് കിട്ടണം. നമുക്ക് ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ക്യാരറ്റ് ഇത് വേവിച്ചെടുക്കാവേ. ഹാഫ് ബൗള് പഞ്ചസാര എടുത്തിട്ടുണ്ട്. 2 ഏലക്കയും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലൊരു മണം കിട്ടുന്നുണ്ട് ഫ്രണ്ട്സ്. പഞ്ചസാര എല്ലാം അപ്പം തന്നെ മെൽറ്റായിപ്പോയി. പൊടിച്ചതല്ലേ നമ്മൾ ചേർത്തേക്കുന്നത്. ഇനി ഇതിൽ നമ്മുടെ ക്യാരറ്റ് എല്ലാം ഒന്ന് വെന്ത് കിട്ടണം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്ന സെയിം ബൗളിൽ 2 ബൗള് പാലാണേ. ഇനി ഇതെല്ലാം ഒന്ന് വറ്റി വരണം. പാലെല്ലാം നല്ലതുപോലെ വറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റും കൂടി നമുക്ക് ഇതേപോലെ ഇട്ടൊന്ന് വറ്റിച്ചെടുക്കാം. പാലെല്ലാം വറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടേബിൾ സ്പൂൺ നെയ്യാണ്. ഇതേപോലെ നമ്മുടെ പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടണം. ഫ്രൈ ചെയ്ത് വെച്ച കാഷ്യൂ നട്ട്സും ഗ്രേപ്സും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, നമ്മുടെ ക്യാരറ്റ് ഹൽവ റെഡിയായി കിട്ടിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാമല്ലോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹൽവയാണ്. ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് ഒരു സ്വീറ്റ്സ് റെഡിയാക്കണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് റെഡിയാക്കി കൊടുക്കാവുന്നതാണ്. ഫ്രണ്ട്സ്, ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ പ്രസ് ചെയ്ത് ഓളെന്ന് സെലക്ട് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കുന്നതായിരിക്കും.